ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. ചിരിമൻ്റെ ഷൂട്ടിങ്ങിന് വന്നെയാണ്. കഴിഞ്ഞ് ഷൂട്ടിങ് കഴിഞ്ഞ് കേട്ടോ. നമ്മളെ റീൽ ഷൂട്ട് കഴിഞ്ഞ്. അപ്പോൾ ഇപ്പോൾ സമയം 6 മണിയാ. ഷിജോട്ടാ സമയം 6:30. നമ്മുടെ ഷിജോട്ടനുണ്ട് ഒരായിരണ്ടൊക്കെ. അപ്പോൾ കൈത്തോട്ടനുണ്ട്. എന്താ ഒരു ഹൗസ് ബോട്ട് പോകുന്നുണ്ട്. അതാണ് ഇങ്ങനെ പാട്ട് കേൾക്കുന്നത് കണ്ടോ. ഒരു ഹൗസ് ബോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ലൊക്കേഷൻ അറിയുന്നവർ കമൻറ്റ് കേട്ടോ. നിങ്ങൾക്ക് അറിയാൻ നോക്കട്ടെ ലൊക്കേഷൻ. ഇതാ പൂഴിയുണ്ട്. പൂഴിയാണ് മുങ്ങിയിരിക്കും. നമ്മൾ എവിടെയോ മണലാരുണ്യത്തിൽ പോയ പോലെ. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലേറ്റം കാണിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ. കണ്ട ഇത് കടൽപ്പൂഴിയാണ്. കടൽപ്പൂഴി കണ്ട. കടൽപ്പൂഴി ഈ ഉച്ചുളിൻ്റെ ഇതിലും കാണില്ലേ. ഉച്ചുളിപ്പൂഴി കടൽപ്പൂഴിയാണ് കണ്ട. അപ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞു. നമ്മൾ ഒരു 1.5 മണിക്കൂറായി ഇവിടുണ്ട്. അത് പുഴ എന്ന് പറയാം. അതിനപ്പുറം ഈ കണ്ടൽക്കാടിനപ്പുറം അവിടെ ഹൗസ് ബോട്ടിങ് ഇങ്ങനെ പോകുന്നുണ്ട്. പാട്ടും വെച്ചിട്ട് കുമാക്കുത്ത് പാട്ട് വെച്ചിട്ട് ഇങ്ങനെ കച്ചക്കട്ടായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇനി ചായ കുടിക്കണം. റീൽ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ ഇടയ്ക്കോട്ടെ. അതിൻ്റെയൊക്കെ ഒരു മോര് വാങ്ങിനി. മോര് എന്താ സാധനം എന്നറിയാം. ഇതുണ്ടെങ്കിൽ ഇതുണ്ടോ മോര് കണ്ട. കാന്താരി മോര് കഴിഞ്ഞ്. ഇത് കാലി നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഈ ചൂട് സമയത്ത് പുളി സാധനം. പുളി മോര് കാന്താരി പൊടി. ഇപ്പം വരുമ്പോൾ വാങ്ങിയതാ. ഒരു കുപ്പി വെള്ളവും വാങ്ങി മോരും വാങ്ങി. മോരെങ്ങനെ ഉണ്ടായിരുന്നു ഷിജോട്ടോ? ഓ നൈസല്ലേ? അടിപൊളി നല്ലല്ലേ? കാന്താരി മോര് നല്ല മിക്സ് ആയിട്ടുള്ള സാധനം അല്ലേ? അത് കഴിച്ച ഇപ്പൊ ഇറങ്ങിയതാ തോന്നുന്നു കേട്ടോ. അതിന് അതിന്റെ കാന്താരിയും കൂടി ആകുമ്പോൾ ടേസ്റ്റ് ഭയങ്കര അല്ലേ? ഇപ്പൊ ഇറങ്ങിയതാ തോന്നുന്നല്ലേ? ഇപ്പൊ ഇറങ്ങിയതാ. 20 ഉറുപ്പ്യ ഉള്ളൂ. 20 ഉറുപ്പ്യ ഇപ്പം അടുത്തിറങ്ങിയതാ കേട്ടോ. അപ്പോൾ ചൂട് സമയത്തെല്ലാം കുടിക്കാൻ പറ്റിയ സാധനം കേട്ടോ. എടുത്ത് കുടിച്ചോ, വാങ്ങി കുടിച്ചോ. പീടിയിലെല്ലാം ഉണ്ട്, ആടുകളുള്ള പീടിയിലുണ്ട്. അങ്ങനെ കണ്ടരം വാങ്ങിയതാ. ഓക്കെ, നല്ല അടിപൊളി വൈബാണ്. വൈബ് സ്ഥലമാണ്. അക്കേഷ്യ മരങ്ങളാണ്. ഫുൾ അക്കേഷ്യ തന്നെ അല്ലേ? അക്കേഷ്യ തന്നെ. ഇത് മാഷാണ് കേട്ടോ. ഷിജുട്ടൻ മാഷ എത്രല്ല പഠിപ്പിക്കുന്നത്? ഞാൻ ഹൈസ്കൂളിൽ കാനങ്ങാട് അല്ലേ? കാസർഗോഡ് പരവടുക്കത്ത് മലയാളം വിഷയം. അതെയാ? മലയാള ഭാഷയാണ്. പിന്നെ സ്ഥലം കാനങ്ങാടല്ലേ? എന്റെ ശരിക്കും സ്ഥലം ചെറുപുഴയാണ്. പറഞ്ഞിട്ടേ അവിടെ പാടിച്ചാല് പാടിച്ചാല് ഞാൻ മുമ്പ് കൊറേ പാട്ടോളം ഞാൻ പറഞ്ഞില്ലേ പ്രോഗ്രാം ചെയ്തിനി. അവിടെ കുറച്ച് പാട്ട് പാടുന്ന ആൾക്കാരെല്ലാം ഉണ്ടായി. ഞാൻ മുമ്പ് അവിടെ എല്ലാം വിളിച്ചാൽ അവിടെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് അതെ അവിടുത്തെ കല്യാണ പരിപാടിയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഏരിയ ആണ്. കാരണം വെച്ചാൽ കലാകാരന്മാര് അത് ആസ്വദിക്കുന്ന കുറെ ടീമിന്റെ ഏരിയ ആണല്ലേ? പാട്ട് ആസ്വദിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ വന്നതിന് മുമ്പ്. പിന്നെ പഠിപ്പിക്കൽ ഇപ്പൊ വീടല്ലേ? കാസർഗോഡ്. അപ്പൊ അവിടെ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്? ഇപ്പൊ നമ്മൾ വെക്കേഷൻ ആയതുകൊണ്ട് ഇല്ലത് ഇപ്പൊ കാഞ്ഞങ്ങാടുന്ന് വൈഫ് വീടിന്റെ അടുത്ത് വരുന്നത്. അവിടെ പിന്നെ വീട്ടില് ചെറുപുഴ ഇപ്പം താമസമുണ്ട്. വെക്കേഷൻ ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് ചായ കുടി. ഇന്ന് ചോന്ന കളർ സണ്ണിന്റെയാ. സ്കൈ ഉണ്ടോ? വെറുതെ അല്ല, സ്കൈ ഉണ്ടോ സാറേ? ഇതൊക്കെ അടിപൊളി അല്ലേ? നല്ല സ്കൈ അടിപൊളിയാ. ഈടാകുമ്പോൾ രണ്ടാമത്തെ തവണയാണ് വരുന്നത്. 2 വട്ടം വന്ന്. കഴിഞ്ഞ പ്രാവശ്യം വന്നേരം ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വ്ളോഗിൽ ഏതോ ഒന്നുണ്ട് ഇവിടുന്ന്. ഈ സമയത്ത് തന്നെ നമ്മൾ തിരിച്ചു പോയതല്ലേ? നല്ല സ്കൈ എല്ലാം നല്ല രസമാട്ടോ. മണലാരുണ്യം. ഇത് കാണുമ്പോഴായിരിക്കും നമ്മൾ രാജസ്ഥാനോ അല്ലെങ്കിൽ അറബ് രാജ്യമാണെന്നെല്ലാം വിചാരിക്കും. വെറുതെ ചുമ്മാ പറഞ്ഞതാ. പക്ഷേ ഇത് കടൽപ്പുഴി കൊണ്ടുവന്നിട്ടതാ. കണ്ടാ അങ്ങ് അവിടെ എല്ലാം ഉണ്ട്. കണ്ടാ കംപ്ലീറ്റ് അവിടെല്ലാം ഉണ്ട്. അപ്പോൾ സന്ധ്യയായി, ഇരുട്ടായി, മരുവായി. അപ്പോൾ നമുക്ക് ഇനി പോയിട്ട് നല്ല ചായ കുടിക്കണം. ഓക്കെ, അപ്പം ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാം. നേരത്തെ ഓണാക്കാൻ വിചാരിച്ചെന്ന് മറന്നുപോയി, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിടുകയാണ്. നമ്മൾ വിട്ടേട്ടാ. അപ്പോൾ റീല് നമ്മൾ 2 ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്ത്. ഷോർട്ട് റീൽ. അപ്പോൾ നേരാ ഇനി ചായ കുടി. കോമഡി എന്നറിയാം. ഞാൻ ഈ ക്യാമറയിൽ എടുക്കുന്ന ഈ വ്ളോഗൊന്നും അധികം ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ഇന്നലെയാണ് വ്ളോഗ് കണ്ടത്. ഞാൻ നോക്കുമ്പോ പെട്ടെന്ന് അങ്ങനെ നമ്മളെ തിരക്കുള്ളതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. നോക്കുമ്പോ ഞാൻ അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നു വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ പറയൂ. നല്ലവരും ഇല്ലാരോ? ഞാൻ പലതും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സംഭവം ഇതിന്റെ മറ്റേ ബദാം
പിന്നെ അതുപോലെ തന്നെ ഞാൻ അണ്ടിന്റെ റൂട്ടിലുണ്ട് പറയുമ്പോലെ ഞാൻ ഇൻസ്റ്റയിലിടുമ്പോ കട്ട് ചെയ്ത് ഇടും. പിന്നെ ചെറുവത്തൂര് അത് നല്ല റീച്ച് ആയിട്ടുണ്ടോ അതെല്ലാം കേറുന്നുണ്ട്. അങ്ങനെ ഒരു ചായക്കടയിൽ ചവിട്ടി ചായ കുടിക്കാൻ നമുക്ക് ചായ 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 അവര് റെക്കമെൻഡ് ചെയ്തിട്ട് കൊണ്ടുപോയേനെ. അങ്ങോട്ട് ഒരു മധുരം കുറവ്, വെള്ളച്ചായ ഒരു മധുരം കുറവ്. ചായ ചായ ചായ. ആ ഉള്ളിവടൈ 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 ചോട്ടെ. ഉള്ളിവടൈ ഇതാണ് ഉള്ളിവടൈ. ആർക്കാ പാലും വെള്ളോ മാസിനാ? ഉള്ളിവടൈ കുഴപ്പമില്ല. മണ്ണെണ്ണയാ? മണ്ണെണ്ണ രസം ആയിരിക്കില്ലേ? മണ്ണെണ്ണ മണ്ണെണ്ണ സ്റ്റോവാ? അതേ നടക്കൂലിപ്പോ. ആ ഗ്യാസ് ഇല്ലാത്തോണ്ട് മണ്ണെണ്ണ സ്റ്റോവ്. പണ്ടത്തെ കാഴ്ച. അപ്പോൾ നമ്മ പിലാത്തിലെത്തിയട്ടാ. സിജുവേട്ടൻ പോക്കായി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം, അടുത്ത ദിവസം കാണാം. നെക്സ്റ്റ് ഷൂട്ടിൽ കാണാം. സിജുവേട്ടനുള്ള അപ്പുറം ഉണ്ടാക്കട്ടെ. കയറിക്കോ. ഓക്കെ. ഈ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് പല ഹോട്ടലുകളും പൂട്ടിയട്ടാ. പല ഹോട്ടലുകളും പൂട്ടിയല്ലേ ഇപ്പം കാണിച്ചു നോക്കിയിട്ട് പറയാം എന്താ അവസ്ഥ. ഇവിടുന്ന് പോവില്ലല്ലേ? ഓക്കെ ശരി. ഓക്കെ ശരി 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 ശരി. ബൈ ബൈ. അടുത്തിരിക്കണേ. ഇവിടെ വന്നാ വിളിക്കാട്ടോ. ഹോട്ടലുകളെല്ലാം പൂട്ടുന്നു കേട്ടോ. ഗ്യാസ് ഇല്ലെങ്കിൽ സീനെന്ന് എന്താ ചെയ്യല്? ആ ഒരു കാര്യം പറഞ്ഞേ, എൻ്റെ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ഇടാന്ന് നമ്മുടെ പ്രൈത്തേട്ടൻ്റെ ഷോപ്പിൽ വെക്കണം. ഒരാഴ്ച ഇലക്ഷൻ ഡ്യൂട്ടിയാണേ. ക്യാമറ ഹോം വോട്ടിംഗ് ഇല്ലേ? ഹോം വോട്ടിംഗ് ഉണ്ടേ. 2-3 മാസം രണ്ട് മൂന്ന് ഉദ്യോഗസ്ഥരുണ്ടാവും, പിന്നെ അതിൻ്റെ ആൾക്കാരുണ്ടാവും. പിന്നെ എന്നാൽ ലേറ്റ് പോയി ഇരുട്ടെ ലേറ്റ് വരട്ടെ. പിന്നെ പോലീസ് ഉണ്ടാവും കൂടെ. പിന്നെ ക്യാമറ വീഡിയോ റെക്കോർഡിങ്ങാണ്. അറിയാലോ ഹോം വോട്ടിങ്. 85 വയസ്സിന് മുകളിലുള്ളവരെ വീട്ടിൽ പോയിട്ട് വോട്ട് ചെയ്യിക്കരുത്. പിന്നെ അതുപോലെ എന്തെങ്കിലും അംഗവൈകൽ അങ്ങനെയുള്ള സുഖമില്ലാത്തവരെ അവരെയും വീട്ടിൽ നിന്ന് വോട്ട് ചെയ്യും. അങ്ങനെ ഒരാഴ്ച ഡ്യൂട്ടിയാണ്. ഞാൻ മുമ്പേ പോകുന്നതാണ്, ഇലക്ഷൻ ഡ്യൂട്ടിക്ക് എല്ലാത്തിനും പോകുന്നതാണ്, മുമ്പേ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടി. അപ്പോൾ സർട്ടിഫിക്കറ്റ് നമ്മളെ AKP സംഘടനക്ക് ഏൽപ്പിക്കണം. എന്നിട്ടാണ് നമുക്ക് പൈസ പാസ്സാവും അതിൻ്റെ. അപ്പോൾ അതൊന്ന് കൊടുക്കണം. പ്രൈത്തേട്ടൻ്റെ ഷോപ്പിൽ വെക്കാമെന്ന് ഞാൻ പറഞ്ഞത്. അവർ നാളെ നമ്മൾ AKPൻ്റെ ആൾ നാളെ വന്നിട്ട് ആൾക്കാർ നാളെ കറക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ മറന്നോട്ടെ. ഞാൻ ഇവിടെ വെക്കാമെന്നാണ് പറഞ്ഞത്. ഏതായാലും എങ്ങനെ ചെയ്യാം. ഞാൻ വേഗം സർട്ടിഫിക്കറ്റ് വെക്കട്ടെ. മറന്നതിന് പിന്നെ എനിക്ക് പണിയാവും. എനിക്ക് ആദ്യമേ പിലാത്തറയ്ക്ക് കൊണ്ടുവരേണ്ടി വരും. സമോസയാ ആദ്യമേ ഞാൻ പിലാത്തറ ഇവിടെ കൊണ്ട് കൊടുക്കേണ്ടി വരും. വെക്കട്ടെ. പ്രൈത്തേട്ടനുള്ളിലുണ്ട്. അപ്പോൾ പുതിയ ആൾ എത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ സുഖല്ലേ? ഇപ്പം വന്ന് ഇതെന്താ കുറേ കളറിലാണ്. കളർ നാളെ പെയിന്റ് അടിക്കേണ്ടത് ആ വീട്ടുകാർക്ക് കാണിച്ചു കൊടുക്കണ്ടേ? അവരാൾ കയറ്റിലോ അതിനെ മേലെ എടുത്ത് വെച്ചിന്. കേട്ടിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ അത് നാളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോട്ടെ. രാവിലെ തേങ്ങ പറിക്കാൻ പോകും. പോട്ടെ 7 മണിക്ക്. പൊളിക്ക് പോട്ടാ. പോകല്ലേ ഇപ്പോഴേ പോലെ കുറച്ച് സമയമില്ല. 8 മണി നമ്മളെ സമയം 9-10 വരെയാവും. അതെന്നാ 10 നടക്ക്. 10 നടക്കുന്നുണ്ട്. അത് അങ്ങോട്ട് ഇങ്ങോട്ട് പോകേണ്ട ടൈം 5 മിനിറ്റ് അങ്ങോട്ട് 5 മിനിറ്റ് ഇങ്ങോട്ട്. ഒരു സൗണ്ടൊക്കെ വാങ്ങേ ഒരു സൗണ്ടൊക്കെ പശിൻ്റെ അല്ല
മറ്റേത് എന്തെങ്കിലും ഒരു നടൻ്റെ സൗണ്ടൊക്കെ അതിൻ്റെ സൗണ്ടാ ഏത് സൗണ്ടായിരുന്നു ഫേവറേറ്റ്? ശ്രുതി പിടിക്കണോ? പാട്ടാടെ സൗണ്ട് പിടിക്കാൻ. മറ്റേ നിങ്ങൾക്ക് അവിടല്ലേ ശ്രുതി പിടിക്കുന്ന ഇതിനങ്ങല്ല. ഓനോ അതെ ഞാൻ പറഞ്ഞതല്ലേ, ഒന്നും അറിയാൻ പറ്റില്ലല്ലോ മോനെ. അത് ആരാന്ന് വേഗം പറ. ആരാന്ന് മനസ്സിലായൊരു കമന്റ് കേട്ടാ. ഒന്നുകൂടി വേണമെങ്കിൽ കാണിച്ചു തരും. ഒന്നുകൂടി കാണിച്ചാൽ എന്താണ് നമ്മൾ മനസ്സിലായില്ലല്ലേ, മോനെ പ്രായമില്ലായില്ലേ. ആമല്ലേ വലിയ പുള്ളിയാ. വേറെ രണ്ടാമത് ഉണ്ടോ? ഉണ്ട്, കുറേ ഉണ്ട്. ഉണ്ട് കൂടുതൽ ഹലോ. ആ എന്ത് വീട്ടിൽ നിന്ന് ഓടി വിളിച്ചു തന്നത്. ഞാൻ ഇവിടെ പോവാന്നോ? ശരി, ഇവിടെ ബൈ പറഞ്ഞു. എഴുതിട്ട് ഞാൻ പോവാ. ശരി കേട്ടോ, വിളിക്കാം. ബാഗ്